റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊട്ടിഘോഷിച്ച ആ വലിയ പ്രഖ്യാപനം വെറും വാചകമടി മാത്രമായിരുന്നു. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട പുതിയ രേഖകൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ തനി നിറം പുറത്താവുകയാണ്. US-ഇന്ത്യ വ്യാപാര കരാറിനെ കുറിച്ച് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഫാക്ട് ഷീറ്റ് അഥവാ ഔദ്യോഗിക രേഖയിലാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ വിപണിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിൽ തെളിഞ്ഞു കാണുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഔദ്യോഗിക രേഖയിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ റഷ്യൻ എണ്ണ ഒഴിവാക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചതായി പറഞ്ഞിരുന്നു. ഇതിന് പകരമായാണ് ഇന്ത്യയുടെ മേലുള്ള 25% അധിക തീരുവ എടുത്തു മാറ്റുന്നതെന്നും അദ്ദേഹം വീമ്പിളക്കിയിരുന്നു. ഇതെല്ലാം തന്നെ വീമ്പായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക വ്യാപാര രേഖ വന്നപ്പോൾ ഇന്ത്യക്ക് തലവേദനയാകുന്ന ആ നിബന്ധന എവിടെയും കാണാനില്ല. ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ അമേരിക്കൻ ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും രാഷ്ട്രീയ ഗിമ്മിക്കുകൾ മാത്രമായിരുന്നുവെന്ന് സംശയം ഇതോടെ ബലപ്പെടുകയാണ്. സത്യത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടത് നമ്മുടെ വിപണിയാണ്. അമേരിക്കൻ നിർമ്മിത സോയാബീനും പഴങ്ങളും വൈനും സ്പിരിറ്റുമെല്ലാം ഇന്ത്യയിലേക്ക് ഒഴുകാൻ അവർക്ക് അവസരം വേണം. അതിനായി കാർഷിക നികുതികൾ കുറയ്ക്കാനും ഇന്ത്യയുടെ ഡിജിറ്റൽ സേവന നികുതികൾ എടുത്തു മാറ്റാനും അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സന്തുലിതമായ വ്യാപാരം എന്ന് അവർ വിശേഷിപ്പിക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള വഴിയൊരുക്കൽ മാത്രമാണ്. ചുരുക്കത്തിൽ റഷ്യയുമായുള്ള പതിറ്റാണ്ടുകളുടെ ഉറച്ച സൗഹൃദം, ഈ ടൈം ടെസ്റ്റഡ് സൗഹൃദം ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന ഇന്ത്യയുടെ മൗനത്തിൽ നിന്നും ഈ വിഷയത്തിലുള്ള റഷ്യയുടെ ഔദ്യോഗിക പ്രസ്താവനകളിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റും. അമേരിക്കയുടെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ന്യൂഡൽഹിക്ക് കരുത്തുണ്ടെന്ന് സാരം. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ട്രംപിനെ പോലെ ഒരു മുഴുക്കിറുക്കനെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുഖത്തടിക്കുന്നത് പോലത്തെ ഒരു മറുപടി നൽകാനുള്ള പാങ്ങിലേക്ക് ഇന്ത്യ വളർന്നിട്ടില്ല. പക്ഷെ അതിനർത്ഥം അങ്ങനെ ഒരു കാലം ഉണ്ടാകില്ല എന്നല്ല. അതിലേക്ക് തന്നെയാണ് ഇന്ത്യ എന്ന അപ്കമിങ് സൂപ്പർ പവർ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.